കൈവിട്ടുപോയ ചില സാഹചര്യങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടുകൊണ്ടാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ ദൂതിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിയന്ത്രണത്തിനപ്പുറത്തേക്ക് ലോകത്തിലായിപ്പോയ ചില കുഞ്ഞുങ്ങളെ, വ്യക്തികളെ തിരിച്ചുപിടിക്കാൻ കഴിയാതെ ഒത്തിരി പേർ കരയുകയാണ്. നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക സാഹചര്യങ്ങളെയും ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളെയും ഓർത്ത് ഒത്തിരി പേര് വേദനിക്കുന്നുണ്ട്. ഒരു മടങ്ങിവരവോ തിരിച്ചുവരവോ ഇനി ജീവിതത്തിൽ എനിക്ക് കിട്ടത്തില്ല എന്ന് കരുതി നിങ്ങളായിരിക്കുമ്പോൾ, ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയ കുറച്ച് മനുഷ്യരെ ധൂർത്തുപുത്രന് ദൈവം ഒരു മാനസാന്തരത്തിൻ്റെ ബോധ്യം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നതുപോലെ ദൈവിക അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും കർത്താവ് തന്നെ ചിലരെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഈ തിരിച്ചു വരുന്ന ആൾക്കാർ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ പണ്ടത്തെ കെട്ട സാഹചര്യത്തിനകത്ത് അതുങ്ങളെ ഒരിക്കലും നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുകയില്ല. അവസ്ഥകൾ മാറണം, ഇൻസൈഡ് സെറ്റാകണം. അപ്പോൾ എവിടെയൊക്കെയോ ക്രമം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് പലരും അക്രമത്തിലേക്ക് പോയത്. ശ്രദ്ധിച്ച് കേട്ടോണം. ക്രമക്കേടുകളുടെ പേരിലാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന സാഹചര്യം പരിഹരിച്ചേ പറ്റൂ. അത് വെച്ചോണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇന്നത്തെ ദൂത് കേൾക്കുമ്പോൾ കർത്താവ് സ്പഷ്ടമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങളോട് ഇന്ന് പറയുന്ന കാര്യം എന്തു വില കൊടുത്തും ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മെസ്സേജാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കേൾക്കാം. എല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സിസ്റ്റത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, ക്രമക്കേടുകൾ. കൃത്യമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് ഈ നടപടി എന്നവിടെ വിശദീകരിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സകല കാര്യങ്ങൾക്കും ഒരു സിസ്റ്റം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. നമ്മുടെ ലോകത്തിൻ്റെ ക്രമം അതിത്ര ഭംഗിയായി പോകാൻ കാരണം അത് നിയമവിധേയം ആക്കിയിരിക്കുന്നതിനാലാണ്. അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം, കൃത്യമാം വിധം സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം ക്രമീകൃതമായ അതിർത്തികൾ ജീവിതത്തിൽ ഒരുക്കി വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റുള്ളവരെക്കാൾ ലക്ഷ്യബോധവും അതിലേക്ക് എത്താനുള്ള ശേഷിയും വളരാനുള്ളതായ സാഹചര്യങ്ങളുടെ ഒരുക്കവും കൂടുതലായിരിക്കും. എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ എങ്ങനെയൊക്കെയോ പോകുന്നു, എങ്ങനെയൊക്കെയോ ജീവിക്കുന്നു എന്നൊരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും അതൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക വളരെ പ്രയാസമാണ്. വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു വേദഭാഗം തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ആ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോസ്തലന്മാർ പറയുകയാണ്, വിശുദ്ധ പൗലോസ്ലീഹയാണ് ഇത് പറയുന്നത്. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. നോക്കൂ, എത്ര ശക്തമായൊരു വാക്കാണിത്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ. വിശുദ്ധ തിരുവെഴുത്ത് ക്രമങ്ങളുടെ ഗ്രന്ഥമാണ്. ദൈവം എല്ലാ കാര്യത്തിനും ഒരു ക്രമവും ക്രമീകരണവും വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നുമാകാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ സമയം വിനിയോഗിക്കാൻ കഴിയുന്നില്ല, എൻ്റെ പൈസ എതിലേ വരുന്നു എതിലേ പോകുന്നു എനിക്കറിയില്ല, എന്നോട് ഇടപെടുന്നവർ പെട്ടെന്ന് എന്നെ വിട്ട് പോവുകയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന അടിസ്ഥാനപരമായ നിരവധി കാര്യങ്ങളുടെ പിറകിൽ ദൈവത്തിൻ്റെ പൈതലേ, എവിടെയോ ഒരു ക്രമം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ശോചനീയ അവസ്ഥ എനിക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്നതിനായി ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ പലതിലും ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നൊരു അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ കൃത്യമാം വിധം ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഉത്സാഹത്തിനും ആരോഗ്യത്തിനും താല്പര്യങ്ങൾക്ക് ഒത്ത വിധം വിജയിക്കാൻ കഴിയുന്ന വ്യക്തമായൊരു ക്രമം നിങ്ങൾ
സജ്ജീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വൈകി ഉറങ്ങുന്ന ഒരാളാകാം, അതുകൊണ്ട് തന്നെ വൈകി എഴുന്നേൽക്കുന്ന ഒരാളാകാം. നിങ്ങൾക്ക് രാത്രിയിൽ ജോലി ചെയ്യാനായിരിക്കാം ചിലപ്പോൾ ഇഷ്ടം. മറ്റു ചിലർക്ക് അധികാലത്ത് എഴുന്നേൽക്കാൻ, നേരത്തെ ഉറങ്ങിയിട്ട് അധികാലത്ത് എഴുന്നേൽക്കാനായിരിക്കാം ഇഷ്ടം. നിങ്ങളുടെ മാനസിക ശാരീരിക താല്പര്യങ്ങൾ, നിങ്ങളുടെ വിശ്രമത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, നിങ്ങളുടെ അഭിരുചികൾ, ഇതിനെയെല്ലാം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ തന്നെ കൃത്യമാം വിധം ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളുടെ പീക്ക് ടൈമും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി ജീവിതത്തിൽ പ്രയോജനപ്പെടാൻ കഴിയുന്ന നേരവും ഒന്ന് അവലോകനം ചെയ്ത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ദൈവം നമ്മളുടെ ലൈഫിലേക്ക് പല നന്മകളും തരുന്നതിന് മുൻപ് നമ്മളുടെ ക്രമത്തെ വ്യക്തമാം വിധം വിലയിരുത്താറുണ്ട്. കർത്താവ് ഒരിക്കലും ക്രമം നഷ്ടപ്പെട്ട ഒരിടത്ത് തന്നെ അനുഗ്രഹങ്ങളെ ചൊരിയുന്നവനല്ല. എവിടെയൊക്കെയോ നമ്മൾ ചില ക്രമത്തിനനുസൃതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ തൻ്റെ തീ അയക്കുന്നയാളാണ് നമ്മുടെ കർത്താവ്. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്ത വിധം 12 കല്ലുകളെ എടുത്ത് ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയാവ് കർമ്മേൽ എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിൽ അടുക്കി വെച്ചു. 3 കല്ലുകൾ ഇങ്ങനെ, 3 കല്ലുകൾ അങ്ങനെ, 3 കല്ലുകൾ ഇങ്ങനെ, 3 കല്ലുകൾ ഇങ്ങനെ, കൃത്യമാം ഒരു സമചതുരാകൃതിയിൽ എന്നോണം താൻ കല്ലുകളെ അടുക്കി വെച്ചിട്ട് ആ 12 സംഖ്യകൾക്കൊത്ത വിധം യാഗപീഠം പണിതുയർത്തി. അതിൻ്റെ മേൽ വിറക് കീറി അടുക്കി എന്നാണ് പറയുന്നത്, വാരിയിട്ടു എന്നല്ല. അവിടെയും താൻ അടുക്കുകയാണ്. ചില കാര്യങ്ങൾ അടുക്കടുക്കോട് ചെയ്യുന്നത് ഒരു വിജയമാണ്. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രമീകൃതമായി അടുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങാൻ വലിയ പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യം വരില്ല എന്ന് ആ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ചെറിയ ഒരു പ്രാർത്ഥനയോടുകൂടെ ആ കാര്യങ്ങൾ നടന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ വീട് ഒരു വലിയ രീതിയിൽ ഒരുങ്ങപ്പെടട്ടെ. നമ്മുടെ കൾച്ചർ വലിയൊരു തരത്തിൽ അഴിച്ചു പണിയപ്പെടലിന് വിധേയമാകട്ടെ. എവിടെയൊക്കെയോ നിങ്ങളുടെ സന്തോഷങ്ങൾ കെട്ടുപോയിടത്ത് മറ്റുള്ളവർക്ക് കടന്നു കയറാൻ വെറുതെ തുറന്നിട്ട് കൊടുത്ത വാതിലുകളൊന്ന് അടയ്ക്കാനും, ചിലതിനൊക്കെ ഒരു അതിർത്തി വെക്കാനും, ചിലതിനെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാനും നിങ്ങളൊന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റാട്ടെ. കർത്താവ് എവിടെയോ നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അനുഗ്രഹീതമായി അതിൻ്റെ പുതിയ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ നല്ല ലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പലപ്പോഴും ഒത്തിരി പേർ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, പാസ്റ്ററെ അതിന് സമയം തികയുന്നില്ല, ഇതിന് സമയം തികയുന്നില്ല, ആ കാര്യം നടക്കുന്നില്ല, ഈ കാര്യം നടക്കുന്നില്ല. ദൈവമക്കളെ, ഞങ്ങളൊക്കെ നല്ല തിരക്കുള്ള മനുഷ്യർ തന്നെയാണ്. ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസവും അടുക്കടുക്കോട് ചെയ്യുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് വലിയ കല്ലുകളുണ്ട്, ഇച്ചിരി മണലുണ്ടെന്ന് കരുതുക. നിങ്ങൾക്കിതൊരു ചെറിയ പാത്രത്തിൽ നിന്ന് വലിയൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു പാത്രത്തിൽ നിന്നോ ചെറിയൊരു പാത്രത്തിലേക്കോ മാറ്റി വെക്കണമെന്ന് കരുതുക. എങ്ങനെയായിരിക്കും ഈ കാര്യം ചെയ്യുക? നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയുടെയും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അത് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യം മണ്ണ് വാരിയിട്ടാൽ വലിയ കല്ലുകൾ അവിടെ തന്നെ ഇരിക്കും. എന്നാൽ അല്പം വലിപ്പമേറിയതിനെ ആദ്യം അടുക്കി വെച്ചിട്ട് അതിനിടയിൽ ഈ മണൽ വാരിയിട്ടാൽ അത് ഫില്ലാകുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ജീവിതത്തിൽ പ്രഥമമായി പരിഗണന കൽപ്പിക്കേണ്ട കാര്യങ്ങളെ ആദ്യം ചെയ്യുന്നതും വ്യക്തമാം വിധം വലിയ ടാസ്കുകളെ സമയബന്ധിതമായി അതിനെ ക്ലിയർ ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധയുള്ളൊരു കാര്യമായിരിക്കണം. ഞാൻ കടയിൽ വരെ പോയത്, ഇത്രയും നേരം പോയല്ലോ. കടയിൽ പോയി പർച്ചേസ് ചെയ്ത് വരാൻ വേണ്ടിയല്ല നേരം പോയത്. ആ പോയി വണങ്ങി വന്ന വഴിയിൽ അനാവശ്യമായ പല കാര്യങ്ങളിൽ ഇടപെടുകയും വേണ്ടാത്ത പല കാര്യങ്ങൾക്കായി നേരം കളയുകയും ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്നും വിലയിരുത്തിയാൽ മാത്രമേ നമ്മളെ എവിടെയൊക്കെയാണ് നമ്മുടെ സമയം കൊല്ലികൾ കീഴടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു നേരെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ആയിരിക്കാം എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് വിനോദ മേഖലകളായിരിക്കാം എടുക്കുന്നത്. അത് വേണ്ട എന്നല്ല, അത് വേണം. പക്ഷേ അതിനൊരു ലിമിറ്റ് നമ്മൾ ജീവിതത്തിൽ അനുവദിച്ചേ മതിയാകുകയുള്ളൂ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കൃത്യമായൊരു ഇടവേള കളിക്കാൻ വേണ്ടി തന്നിരുന്നു. അതിനൊരു സമയമുണ്ട്. ആ സമയത്തോടകം അത് ക്ലിയർ ആയിട്ട് തീർക്കുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് കർത്താവ് ഈ കാര്യങ്ങൾ ഉപദേശിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പുറകിൽ എവിടെയോ വലിയൊരു അനുഗ്രഹം തുറക്കപ്പെടുന്നതിന് മുൻപായി സ്വർഗത്തിൽ നിന്ന് വലിയ കാണപ്പെടത്തക്ക നിലയിൽ വലിയൊരു നന്മ ഇറങ്ങി വരുന്നതിൻ്റെ ഭാഗമായി അടുക്കോടും ചിട്ടയോടും കൂടെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതിൻ്റെ ഒരു വിശദാംശമാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഈ കാര്യം കേട്ടനുസരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവർ തൊട്ടിട്ടില്ലാത്ത വലിയൊരു നന്മയെ അവർ തൊടാൻ പോകുന്നു. ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്ത വലിയ സന്തോഷങ്ങൾക്ക് അവരുടെ ജീവിതം വേദിയാകാൻ പോകുന്നു. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ ഗണ്യമാം വിധം മാറ്റുന്നു, രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു.
ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ ലൈഫിനകത്ത് പല കാര്യങ്ങൾ ചിതറിക്കിടക്കുന്നിടത്തു നിന്നും അതിനെ ഒന്ന് ക്രോഡീകരിക്കുവാൻ ഇന്ന് രാവിലെ തയ്യാറാകണം. പണം മുതൽ തുടങ്ങാം. പല വീടുകളിലും അവർ പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നില്ല. ഞാൻ അന്നേരം അവരോട് ഒരു നിസ്സാരമായൊരു കാര്യം ചോദിക്കാറുണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ പണം ഉള്ളത്? ആ പണം എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ അങ്ങനെ കൂട്ടിവെക്കാനും മാത്രമൊന്നും ഇല്ല, അതുകൊണ്ട് എവിടെയുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു, അല്ല, ഒരു 50 പൈസയോ 1 രൂപയുടെ ഒരു നാണയം പോലും പണമാണ്, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് അത് ആയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് സോഫയിലുണ്ട്, അല്ലെങ്കിൽ ടേബിളിലുണ്ട്, അത് ഷെൽഫിലുണ്ട്, അത് പേഴ്സിലുണ്ട്, പഴയ ബാഗിനകത്തുണ്ട്, അടുക്കളയിൽ ചെന്നാൽ ഒരു ഗ്ലാസ്സിനകത്തുണ്ട്. പലരും പറയുന്ന വാക്കുകൾ കേൾക്കുമ്പം നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നാറുണ്ട്. കാരണം ഇല്ല എന്ന് പറയും. ഉള്ളതിനെ ക്രമീകൃതമായി രൂപപ്പെടുത്താതെ എങ്ങനെ അധികമായത് വരും? നിങ്ങളുടെ ജീവിതത്തിൽ ചിതറിക്കിടക്കുന്നതിനെ ക്രോഡീകരിക്കുവാൻ, ഓരോന്നിനും വ്യക്തമായൊരു സ്ഥാനം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. ഈ കാര്യങ്ങൾക്കകത്തൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ പോകുന്നതിനാൽ വലിയ അനുഗ്രഹങ്ങൾ അവിടെ ലോക്കായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ തന്നെ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ. നിങ്ങളുടെ ജീവിതം വലിയ തോതിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ പോവുകയാണ്. നമ്മൾ ഇരിക്കുന്ന ആ ഒരിടം, എൻ്റെ അടുക്കൽ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അവർ ചേട്ടത്തി അനിയത്തിയും കൂടിയാണ് വന്നത്. വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ശ്വാസമുട്ടൽ മാറുന്നില്ല, ഒത്തിരി നാളായി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ, ഇതെന്തോ ഒരു പോരാട്ടമാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അതൊരു പോരാട്ടമല്ല. അവർ കിടക്കുന്ന ആ റൂമിനെ അവർ അത്രത്തോളം കൺജസ്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആ ബെഡ്റൂമിൽ നിങ്ങളുടെ കട്ടിൽ കിടക്കുന്നിടത്ത് എന്തെല്ലാം ഉണ്ടെന്ന് പറയാമോ? അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, അവർ പറഞ്ഞ പ്രശ്നത്തിൻ്റെ മുഖ്യ കാരണങ്ങളെ വ്യക്തമായി വിവരിക്കുന്നതായിരുന്നു. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. പക്ഷേ ഞാൻ അവളോട് ആ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റേണ്ട സാധനങ്ങളെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ വിശ്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഇടം, അത് ഏറ്റവും കൂടുതൽ സ്വസ്ഥതയും സമാധാനവും നമുക്ക് ലഭ്യമാകുന്ന ഇടമായിരിക്കണം. അവിടെ ബാഡ് സ്മെല്ലുകൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ മറ്റ് യാതൊരു വിധത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതും വരാൻ പാടില്ല. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനം സുരക്ഷിതമാണ് എങ്കിൽ, മനസ്സംതൃപ്തിയോടുകൂടെ അന്തരീക്ഷം ആസ്വദിച്ചാണ് നാം കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഉറക്കം ഗംഭീരമായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ട് തന്നെ ആയിരിക്കും. ചില കാര്യങ്ങൾ അടുക്കോടും ചിട്ടയോടും കൂടെ ചെയ്യാതെ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ വലിയ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നതാണ്. ഏലിയാവ് ആ കാര്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവത്തിൻ്റെ ദാസനായ മോശ യഹോവ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ക്രമമായി ദൈവം പറഞ്ഞ അളവിനൊത്ത വിധം അദ്ദേഹം ചെയ്തു. ആ ചെയ്തതിൻ്റെ പരിണിത ഫലം എന്താണ്? സ്വർഗത്തിൻ്റെ ഷെഖേനായി ഇറങ്ങി. ഏലിയാവ് അത് ചെയ്തതിൻ്റെ ഫലം എന്താണ്? ദൈവത്തിൻ്റെ തീ അവിടെ ഇറങ്ങി. ഇന്ന് എന്നെ കേൾക്കുന്ന ആയിരങ്ങളെ സാക്ഷിയാക്കി ഞാൻ ഈ ദൂത് പ്രസ്താവിക്കട്ടെ. എവിടെയൊക്കെയോ ജീവിതത്തിൽ വ്യക്തമാം വിധം കാര്യങ്ങൾ ക്രമമായി ചെയ്യുവാൻ ഇന്ന് ആരൊക്കെ തയ്യാറാകുന്നു, ആ വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഷെഖേന, ദൈവത്തിൻ്റെ ഗ്ലോറി പല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മറുപടിയായി ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ ഒരുങ്ങുന്നു കർത്താവേ, എൻ്റെ ജീവിതത്തിലും ഞാൻ ഇതിനായി തയ്യാറാകുന്നു എന്നുള്ള കൃത്യമായൊരു തയ്യാറെടുപ്പോടും സമർപ്പണത്തോടും കൂടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന കസേരയിലിരുന്നോ പായലിരുന്നോ മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ റൂമിനെ അറേഞ്ച് ചെയ്യുന്നതിൽ, നിങ്ങളുടെ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്നതിൽ, നിങ്ങളുടെ സമയത്തെ മാനേജ് ചെയ്യുന്നതിൽ, നിങ്ങളുടെ ബന്ധങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ, നിങ്ങളുടെ കഴിവുകളെ വളർത്തുന്നതിൽ, നിങ്ങളെ പരിപോഷിപ്പിക്കുന്ന വായന പോലെ ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ, ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന വചനത്തിൻ്റെ അറിവിലേക്കും ധ്യാനത്തിലേക്കും പ്രാർത്ഥനയിലേക്കും ദൈവിക സന്നിധിയിലെ ആരാധനയിലേക്കും എല്ലാം നീങ്ങുന്ന വിധത്തിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്താട്ടെ. ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങൾ സമയത്തിൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. 2, അത് ഊർജത്തിൻ്റെ രൂപത്തിലാണ് കിടക്കുന്നത്. സമയവും ഊർജവും ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ ടൈം വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത് നിൻ്റെ വിളിയെ നീ അലക്ഷ്യമായി കളയരുത്. നിൻ്റെ ഊർജം വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ട്, ശലോമോൻ രാജാവ് പറയുന്നുണ്ട്, മകനെ, നിൻ്റെ അധ്വാനം, നിൻ്റെ ഊർജം നീ എന്തിന് വല്ലവർക്കും കൊടുക്കുന്നു? വേണ്ടാത്തിടത്ത് നിങ്ങളുടെ ഊർജം അനുവദിക്കരുത്.
നിങ്ങളെ തന്നെ ഒന്ന് ഡിസേർവ് ചെയ്യാൻ, എവിടേക്കോ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് അളന്ന് തൂക്കി നിങ്ങളെ നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങളൊന്ന് വരട്ടെ. ജീവിതത്തിനൊരു ത്രാസ് ക്രമീകരിക്കുക. ആ ത്രാസിൻ്റെ ഒരു വശത്ത് ഊർജത്തിൻ്റെ, സമയത്തിൻ്റെ ചില കട്ടികൾ എടുത്ത് വെക്കുക, ഇപ്പുറത്ത് നമ്മളെ വെക്കുക. നമ്മുടെ എത്ര ശതമാനം, എത്രമാത്രം അനുവദിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു രൂപരേഖയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട് അറേഞ്ച് ചെയ്യുമ്പോൾ, നിങ്ങളെ തന്നെ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ, നിങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു ക്രമം വെക്കുമ്പോൾ അനുഗ്രഹം ആരംഭിക്കാൻ പോകുന്നു. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇന്ന് വരെ കാണാത്ത വലിയൊരു അനുഗ്രഹം തുടങ്ങി വരും. ഇന്ന് വരെ വെളിപ്പെടാത്ത വലിയൊരു വിശാലത വെളിപ്പെടും. നിങ്ങൾക്ക് തന്നെ ഞാൻ രക്ഷപ്പെടുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതായ വ്യക്തമായൊരു ഊർജ്ജസ്വലതയും ഒരു ബോധ്യവും നിങ്ങളുടെ അകത്ത് കയറി വരും. കർത്താവിൻ്റെ കുഞ്ഞെ, ദൈവം നിന്നെ ആദരിക്കുന്ന നേരത്തേക്ക് വരികയാണ്. ക്രമം കെട്ടവരുടെ നടുവിലാണ് ദുഷ്ടപ്രവൃത്തികൾ കൂടുതലായിട്ടുള്ളത്. നമ്മൾ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഒരു പരിത്യജിക്കപ്പെട്ടവരുടെ ഗണത്തിൽ, അല്ലെങ്കിൽ കൊള്ളുവേല എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു ഗണത്തെ അടയാളപ്പെടുത്താറുണ്ട്. അവരെക്കുറിച്ച് പറയുമ്പോൾ എന്നാ പറയുന്നത്? ഒരു ഉത്തരവാദിത്വം പോലുമില്ല, അത് ചുമ്മാ കാള കളിച്ച് നടക്കുകയാണ്, അല്ലേ? എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ജീവിതത്തിൽ യാതൊരു ലക്ഷ്യങ്ങളുമില്ല, കൃത്യമാംവിധം ഒരു സ്ട്രാറ്റജി ഇല്ല. ലഹരി, കൂട്ടുകെട്ട്, തോന്നിവാസം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികളെ കൊണ്ട് സമൂഹത്തിൽ നിന്നും തലവേദനയാണ് ഉണ്ടാകുന്നത്, വേദനകളും സങ്കടങ്ങളുമാണ് ഉണ്ടാകുന്നത്. മദ്യം കലഹമുണ്ടാക്കും, വീഞ്ഞ് പരിഹാസം കൊണ്ടുവരും, അവിടെ അക്രമം ഉണ്ടാകും, അടിപിടികളുണ്ടാകും, കൊലപാതകങ്ങളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ക്രമം നഷ്ടപ്പെട്ടാൽ എന്ത് അക്രമവും നടക്കും. കേട്ടോണം, ക്രമം നഷ്ടപ്പെട്ടാൽ അക്രമം നടക്കും. ഒന്നുകൂടെ, ക്രമം നഷ്ടപ്പെട്ടാൽ അക്രമം നടക്കും. അരുത്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് ദൈവത്തിന് ആത്മാവ് നിങ്ങളോട് ഇത് പറയുന്നതിൻ്റെ കാരണം, നിനക്കൊരു ക്രമമില്ലെങ്കിൽ നിന്റെ തലമുറ അക്രമങ്ങളിലേക്ക് പോകും. ഇന്ന് തന്നെ പിടിച്ചു കെട്ടേണ്ടതിനെ പിടിച്ചു കെട്ടിക്കോണം. ഇന്ന് തന്നെ നിയന്ത്രിക്കേണ്ടതിനെ നിയന്ത്രിച്ചോണം. കൈവിട്ടു പോകുന്നതിന് മുമ്പ് തമ്പുരാനൊരു ഇടപെടൽ ഇന്ന് നിനക്ക് വേണ്ടി ഉണ്ടാകുക. ഈ പ്രവചന ദൂത് നിസ്സാരമല്ല. ഇതൊരു ഭയങ്കരമായ മാറ്റം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നതിൻ്റെ ഭാഗവും, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ സ്വയം ഒരുങ്ങാൻ വേണ്ടി കർത്താവ് നിനക്ക് തരുന്ന ഒരു ഗോൾഡൻ ചാൻസുമാണ്. ഈ ഫൈനൽ ചാൻസ് മിസ് ചെയ്യാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങി ഇതിനകത്ത് കയറുക. കർത്താവ് നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ തലമുറയുടെ മേൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു വിടുതലയക്കും. നിൻ്റെ ശുശ്രൂഷ വളരാത്തത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, സാത്താൻ കേമനായിട്ടുമല്ല, നീ ഉത്സാഹിയല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരട്ടെ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്ക് അത് ജാഗ്രതയോടുകൂടി ഉണരാൻ ഒന്ന് തയ്യാറായാട്ടെ. ദൈവം ചില അനുഗ്രഹങ്ങൾ നിനക്ക് തരാൻ പോകുന്നു. വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന നിരവധി മനുഷ്യരോട് സംസാരിക്കുകയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിക്ക് അനുസൃതമായി നീ ഒരുങ്ങണം, നീ തയ്യാറാകണം. ഈ ദൂത് ഇന്നുകൊണ്ട് നിൽക്കുന്നതല്ല, നാളെയും നിങ്ങളുടെ അരികിലേക്ക് കർത്താവിൻ്റെ കൃപയാൽ ഞാൻ വരും. ഇതേ എല്ലാ ദിവസവും കേൾക്കണം, കേട്ടു കൊള്ളണം, അനുഗ്രഹിക്കപ്പെട്ടോണം. ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് അസാധാരണമായി വളർന്നു കയറിക്കോണം. അതിനിത് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അത് ചെയ്തോണം. ഇത് എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാക്കാമോ അങ്ങനെയൊക്കെ ഉപകാരപ്രദമാക്കിക്കൊള്ളണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയൊരു സമയവും ഒരിടവുമായി ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ എൻ്റെ ശുശ്രൂഷ നിമിഷത്തെ മനസ്സിലാക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 1-2 ഹീലിങ്ങുകൾ കർത്താവ് ഇപ്പോൾ തരും. അത് വളരെ കഠിനമായ നടുവിൻ്റെ വേദനയുമായി ഭാരപ്പെടുന്ന, ഒരു ഭയങ്കരമായ വേദനയുടെ ആധിക്യത്തിൽ ഇരുന്നു കൊണ്ട് തിരിയാൻ പോലും വയ്യാതെ നടു പൊട്ടിപ്പോകുന്ന പെയിനോടുകൂടെ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ശരീരത്തിലാണ് ഈ സൗഖ്യം നടക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദേഹത്ത് ഈ വരുന്ന രോഗം വല്ലാതെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം സൗഖ്യം തരും. നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ വടുക്കളോ പരുകളോ ഉണ്ടോ അതിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സൗഖ്യം വ്യക്തമാംവിധം നിങ്ങളുടെ ശരീരത്തിൽ മിനിറ്റുകൾക്കകം നിങ്ങൾക്ക് സംഭവിക്കുന്നത് കാണാൻ പറ്റും. ചിലത് പൊട്ടിപ്പോകും. അതോടുകൂടെ നിങ്ങളുടെ ശരീരത്തിലെ ആ രോഗബാധ എന്നേക്കുമായിട്ട് നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ കാണും. ഈ ഒരു 3-4 ദിവസമായിട്ട് ചെസ്റ്റ് പെയിൻ ചുമന്നുകൊണ്ട് നടക്കുക ചിലർ. അത് മാറുന്നില്ല. എന്നാൽ
ഒരു ട്രീറ്റ്മെൻറ്റിനോ മറ്റു കാര്യങ്ങൾക്കോ പോകാതെ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടക്കുക, ഉള്ളിൽ സൗഖ്യം കർത്താവ് തരിക. ഭയമാണ് നിന്നെ ബാധിച്ചിരിക്കുന്നത്, ദൈവം അതെടുത്ത് കളയും. ഒരുങ്ങിക്കെ, ഒരു വിടുതൽ നടക്കാൻ പോകുന്നു. പിതാവേ, ശുശ്രൂഷയുടെ നടുവിൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സമസ്ത ജീവജാലങ്ങളുടെയും ക്രമീകൃതമാംവിധം സകല ജ്യോതിപാന ഗോളങ്ങളെയും അലങ്കരിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ യജമാനനായ കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്നത്തെ ഈ ദിവസം ഒരു വലിയ വിടുതൽ ദൈവം ഒരുക്കുന്നതല്ലോ. ഞങ്ങളത് ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ക്രമത്തിലേക്ക് ജീവിതത്തെ തിരിക്കുവാൻ സന്നദ്ധമായി നിൽക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഇപ്പോൾ നടുവിൻ്റെ കഠിനമായ വേദനയും ശരീരത്തിലെ പരുക്കളും ആമേൻ, ചെസ്റ്റിനകത്തുള്ള ബുദ്ധിമുട്ടുകളും കഴുത്തിലെ തടിപ്പുകളടക്കം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശക്തമായൊരു വിടുതൽ വന്നു ചേരട്ടെ. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിടുതലിൻ്റെ ശക്തി യേശുവപ്പാ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കൾ വ്യക്തമാം വിധം തിരിച്ചറിയുന്ന ഒരു അനുഗ്രഹം, ഒരത്ഭുതം അവിടുന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ചീത്ത ബന്ധങ്ങളിൽ, കൂട്ടുകെട്ടുകളിൽ, ലഹരി ഉപയോഗങ്ങളിൽ പോയി ജീവിതം തകർത്തുകൊണ്ടിരിക്കുന്ന ചില പൈതങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പനമ്മമാരെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അവസ്ഥയ്ക്കകത്തു നിന്നും ഇവരുടെ പ്രിയപ്പെട്ടവരെ തിരികെ പിടിക്കുവാൻ ഇനി ഇവർക്ക് കഴിയാത്ത വിധം അത് കൈവിട്ടു പോയിരിക്കുന്നു. എന്നാൽ ഒരു മാനസാന്തരത്തിൻ്റെ ശക്തി ചില ധൂർത്തപുത്രന്മാരുടെ മേൽ ഇന്ന് പകൽ വ്യാപിക്കട്ടെ. വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ബോധ്യം, ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് അടുക്കാനുള്ള താല്പര്യം യേശുവിൻ്റെ മഹത്വമുള്ള നാമത്താൽ ഇപ്പോൾ അവരുടെ മേൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനും ഇന്ന് ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിനും ഇത് കേട്ട അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും ക്രമീകൃതമാമിത് അവരുടെ ജീവിതത്തെ വിശാലമായി പണിതുയർത്തുവാനുള്ള കൃപ കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ശുശ്രൂഷ കോട്ടയത്താണ് നടക്കുന്നത്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിൽ, ലോഗോസ് ജംഗ്ഷനിൽ നിന്നും പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ വലതുവശത്തായിട്ടുള്ള മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധന എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്നത്. ഒരുപാട് പേര് അവിടേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ച് വിളിക്കുന്നു. അങ്ങനെ വഴി അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ അത് വിശാലമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ട്രെയിന് വന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് അതിൻ്റെ പുറത്തിറങ്ങി മുകളിലേക്കുള്ള വഴിയെ ഒരു കയറ്റമാണ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ. ആ കയറ്റം കയറി മുകളിലോട്ട് വരുമ്പോൾ ഇടതുവശത്തായിട്ട് ബൈബിൾ സൊസൈറ്റി കാണാം. അവിടെ റോഡ് 4ആയിട്ട് തിരിയുക. ആ 4ആയിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടത്തേക്ക് തിരിയുക. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയെ കയറുക. അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്ത് ഒരു ആൽമരം നിപ്പുണ്ട്. അവിടെ തന്നെ നമ്മുടെ ചർച്ചിൻ്റെ ചുവന്ന ബോർഡ് കാണാം. അവിടേക്ക് കയറി വരിക, ആരാധന കൂടാം. KSRTC ബസ് സ്റ്റാൻഡിലോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ വരുന്നവർ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് അടുത്തുള്ള മുഗൾ പാലസിൻ്റെ അരികിൽ കൊണ്ടുവിടാൻ പറയണം. ആധാരം എഴുതുന്ന മുഗൾ പാലസ്. ആ മുഗൾ പാലസിൻ്റെ എതിർവശത്താണ് ഈ പറയപ്പെടുന്ന മന്നാകുളത്തിൽ ബിൽഡിങ്. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള വഴി പറഞ്ഞു തന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുമളിയിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർ കളക്ട്രേറ്റിൻ്റെ ജംഗ്ഷനിൽ ഇറങ്ങുക. കളക്ട്രേറ്റ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ലോഗോസ് ജംഗ്ഷനിലേക്കുള്ള വഴിയെ നടന്നു വന്നാൽ ഈ പറയപ്പെടുന്ന നമ്മുടെ ആരാധനാ കേന്ദ്രം പെട്ടെന്ന് കാണാവുന്നതാണ്. അതുകൊണ്ട് വഴി ചോദിച്ച് വിളിക്കുന്നവരോട് പറഞ്ഞ് നിങ്ങൾ ഇനി അതിനായിട്ട് വിളിക്കേണ്ടതില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നു. കാരണം ഒരുപാട് പേർ വിളിക്കുമ്പോൾ പലരുടെയും കോളുകൾ ലഭ്യമാകാതെ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശാലമായി പറയുന്നത് നമുക്ക് പറയാൻ മടിയുണ്ടായിട്ടല്ല. ഇങ്ങനെ പറയുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ കാര്യം നൽകുന്നു. ഈ ശുശ്രൂഷയുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ആദ്യം തന്നെ പിൻ ചെയ്തേക്കാം. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി നമ്മുടെ ആരാധനാലയത്തിലെത്താൻ അത് നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് ആദ്യമായി കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഒരുപാട് പേർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ദൈവിക ശുശ്രൂഷ നിമിത്തം അനുഗ്രഹിക്കപ്പെടുകയാണ്. അത് മറ്റു പലരും ഷെയർ ചെയ്തതിനാലും പരിചയപ്പെടുത്തിയതിനാലും ഒക്കെയാണ് ആ അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞത്. നിങ്ങളത് ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം നിശ്ചയമായിട്ടും കർത്താവ് തരും. ദൈവം തൻ്റെ രാജ്യത്തിൽ ഒരു ചെറുവിരൽ അനക്കുന്ന ഏതൊരു വ്യക്തിയെയും ആദരിക്കുന്ന പതിവുണ്ട്. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ചെയ്യാതെയും പോകുന്നതിനേക്കാൾ സ്വമനസ്സാലെ കർത്താവിൻ്റെ നാമത്തെ മനഃപൂർവ്വം ഉയർത്തുന്നത് ഒരു അനുഗ്രഹമാണ്.
ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.